നീലാകാശം, നീലക്കടൽ, പച്ചക്കടൽ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല കാറ്റാണ്. എങ്ങനെയുണ്ടോ നോക്ക്. എന്നെ കണ്ടപ്പോൾ ഓടി ഓടി പറയുന്നു. എന്താ നമുക്ക് പിന്നാലെ പോവാം. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലേ. വ്യൂ ഇല്ലാത്ത ഇവിടെ നിന്നും വ്യൂ ടവറിലേക്ക് നമുക്കൊന്ന് പോവാം. ഇവിടെയൊക്കെ മുമ്പ് കാട് പിടിച്ച് കിടന്നതാണ്. ഇപ്പോൾ കുറച്ച് വൃത്തിയായിട്ടുണ്ട്. നല്ല വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് അലക്കൊലത്തായിട്ട് കിടപ്പുണ്ട്. എങ്കിലും നമ്മുടെ ടെമ്പോ ട്രാവൽ കിടക്കുന്നതിൻ്റെ ഫ്രണ്ട് വശവും മുൻവശവും കൂടെ നമുക്ക് വ്യൂ ടവറിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇതിൻ്റെ വ്യൂ ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം അത് ഒരുവിധം തിരക്കായി വരുന്നുണ്ട്. ഇവിടെ മഴ സീസൺ ആണെങ്കിൽ ഇന്ന് മഴയില്ല. ഇന്ന് നല്ല ക്ലൈമറ്റാണ്. രാവിലെ സൺറൈസൊക്കെ കണ്ടു. പക്ഷേ ഷൂട്ട് ചെയ്തില്ല. കാര്യം നമ്മൾ ഒരുപാട് സൺറൈസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇന്ന് ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇന്ന് വ്യൂ പോയിൻറ്റിലൊക്കെ ഒന്ന് കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത്. വ്യൂ പോയിൻറ്റിലേക്ക് കയറി ഇവിടെ പയ്യന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഉണ്ട്, പയ്യന്മാരൊക്കെ ഇരുന്ന് വൈബാണ്. ഭയങ്കര വൈബായിട്ട് പയ്യന്മാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ടെമ്പോ ട്രാവലറും നിര ഇവിടെ കിടപ്പുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിച്ച് ആൾക്കാർ ഉറങ്ങുന്നത് കാണാം. ഓരോ ടെമ്പോ ട്രാവലറിനും ഓരോ കാറിനും ഇടയ്ക്ക് കുറച്ച് സ്ഥലം കാണും. അവിടെ കുറച്ച് മൂടി കിടന്നുറങ്ങുന്നത് കാണാം ആൾക്കാർ. പിന്നെ കുറച്ച് പേര് ഈ ടെമ്പോ ട്രാവലിനകത്തും കാറിനകത്തൊക്കെ ഇരുന്ന് കുത്തിയിരുന്നുറങ്ങും. അങ്ങനെ ഒരാൾ തൂത്തെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒരു ബോക്സ് വെച്ചാൽ അതിനകത്ത് എല്ലാം കൂടെ കൊണ്ടിടുമെന്ന് തോന്നുന്നു. ഇതെല്ലാം ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇത് ഇടാൻ വേണ്ടി ഓരോ വേസ്റ്റ് ബിൻ വെച്ചാൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ടൂറിസ്റ്റ് പ്ലേസ് കുറച്ചുകൂടെ വൃത്തിയായിട്ടിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെ കാണുന്നിടത്ത് വലിച്ചെറിയുക. ചില സ്ഥലത്ത് നോക്കുമ്പോൾ ഫുട്പാത്തിലിരുന്ന് കാര്യങ്ങൾ സാധിക്കുക, അങ്ങനെയെല്ലാം കാണുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെയൊക്കെ തമിഴ്നാട് സർക്കാർ ഒന്നുകൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ കിടപ്പ് നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ നമ്മളിവരെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. നമ്മുടെ സ്ഥലം ഇതാരും ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇത് കൊള്ളാമല്ലാതെ നല്ല കാര്യമല്ല. ആരിത് തുണിയെല്ലാം ബൈക്കിൽ വണ്ടിയിലെടുത്തിട്ടത്? ആൾക്കാരൊക്കെ കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ട്രാവലിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാണ് കണ്ടീഷനെങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസം ആകുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നെ അയ്യപ്പ സീസൺ ആയിക്കഴിഞ്ഞാൽ അവരുടെ തിരക്കും കൂടെ കാണും. ഭയങ്കര തിരക്കായിരിക്കും അന്നേരം. അയ്യപ്പന്മാരെല്ലാം നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ വരണത് ഇവിടെ. ഇപ്പം കുറച്ച് തമിഴന്മാരെ കാണും. ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യൻസിനാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. വ്യൂ ടവറിലേക്ക് നമുക്ക് പോകാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കാനിരിക്കുന്നു. ഇതൊക്കെ ഉണ്ട്, ഈ തുരുമ്പെടുത്ത് ഇതൊക്കെ അടിച്ചു പൊളിച്ച് കളയേണ്ട സമയം കഴിഞ്ഞ്. ഈ ഇതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടാണ്. തുരുമ്പെല്ലാം എടുത്ത് കാറ്റടിച്ച് വർഷാവർഷം കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ചെയ്യേണ്ടതാണ് ഈ ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം. പെയിൻ്റ് അടിച്ച് കൊട്ടപ്പോൾ അതിന് മാതൃകയാണ് ഇത് നമ്മുടെ വ്യൂ ടവർ. പണ്ടത്തെ പച്ച പെയിൻ്റൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ ഗ്രേ ആൻഡ് വൈറ്റ് നല്ല ഇതിൽ വ്യൂ ടവർ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വ്യൂ ടവറിലേക്ക് പോകാം. ചുള്ളന്മാരൊക്കെ ഇവിടെ ഇരുന്ന് വ്യൂ ടവറിലേക്ക് പോയിട്ട് വന്നാണെന്ന് അറിയത്തില്ല. അവിടെ ഇരിക്കുന്നു കുറച്ച് പേര്. അതെല്ലാം നമുക്ക് വന്ന് പോകാം. കാട് എല്ലാം ഉണങ്ങി നിൽക്കുന്നു. എന്ത് കെമിക്കൽ വീണതാണ് എന്താണെന്ന് അറിയത്തില്ല. പറഞ്ഞു ഇതെല്ലാം അടിച്ചു പൊളിച്ച് കളയണ്ട. ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇത് കണക്ക് വൃത്തികെട്ടൊന്നും കാണാത്ത രീതിയാണെങ്കിൽ എന്ത് നയന മനോഹരമായിരിക്കും. നമ്മൾ വരുമ്പോൾ ഇത് കണക്കുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഹൈജീനിക്ക് ആയിരിക്കണം, പിന്നെ മനോഹരമായിരിക്കണം, കണ്ണിന് കുളിർമയായിരിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെന്നല്ല, എല്ലാവരും അങ്ങനെയുള്ളതാണ്. വ്യത്യസ്തപരമായതും കൗതുകപരമായതും മനോഹരമായതും ഒക്കെ ഉള്ളത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അഡൾട്ട്സ് 15, ചൈൽഡ് 5.
അണ്ണേ കാലമേ എത്ര മണിക്ക് ഓപ്പൺ പണ്ണു? സായങ്കാലം 6:30 വരെ. 7 മണിക്ക്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളുടേത് 15 രൂപ അല്ലേ? இப்போ புதுசாக பெயிண்டൊക്കെ போட்டு வியூ டவர் நல்லா இருக்கு. ஆ முன்னாடி வருമ്പോൾ എല്ലാം അത് നല്ല പെയിൻ്റ് അല്ലായിരുന്നു. ഇപ്പോൾ அதுதான் നമ്മൾ ചൊല്ലിക്കൊണ്ട് വന്നത്. ഇപ്പോൾ നല്ല നല്ല സൂപ്പറായിരിക്കും. இந்த பில்டிங் இல்லையே അതൊക്കെ അടിച്ചു പൊളിച്ച് കളയാൻ പറഞ്ഞത് അയ്യം. ആ சீக்கிரமாக ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ அந்த மாதிரி തുരുമ്പൊന്നും കാണക്കൂടാതെ. ആ ശരി ഓക്കെ ശരി. നമുക്കൊന്ന് വ്യൂ ടവറിലേക്ക് കയറാം. ഇവിടെ താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഇതാണ് നമുക്കുണ്ടാകും. തിരുവള്ളൂർ സ്റ്റാറ്റും വിവേകാനന്ദ പാറ ഇപ്പം അത്ര വ്യക്തമല്ല, കാരണം അവിടെ ആകാശപാത നിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ലേ, വേലി പാലം. അങ്ങനെ നമുക്ക് കയറി വരാം. ലെഫ്റ്റ് നിന്നാണ് ആദ്യം ഇതിൻ്റെ ഒരു റൗണ്ട് എടുക്കാം. താഴത്തെ റൗണ്ട് നമുക്ക് നോക്കാം. താഴത്തെ വ്യൂ നമുക്കറിയണമല്ലോ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. കടൽ ഇന്നിച്ചിരി കൂടുതലാണ്, പക്ഷേ ക്ലൈമറ്റ് നല്ലതായിരുന്നു. ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റായിരുന്നു. സൺറൈസ് എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റിയതായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തില്ല. ഷൂട്ട് ചെയ്യാതെ വരുന്ന വേറെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പോയില്ല. പക്ഷേ ഇവിടെ ദൂരെ നിന്ന് കാണാമായിരുന്നു കറക്റ്റായിട്ട്. ഏതായാലും താഴത്തെ ഇത് നമ്മൾ കണ്ട് ഇനി മുകളിലേക്ക് കയറാം. ഇടത്ത് നിന്ന് ആണ്, ഇടത്തുനിന്നാണ്, വലത്തുനിന്നല്ല, ഇത് ഇടത്തുനിന്നാണ് കയറി പോകുന്നത്. അത് നിങ്ങളെല്ലാം വന്നിട്ടുള്ളതായിരിക്കും, എങ്കിലും നമ്മൾ വന്ന് പക്ഷേ ഇത് പുതിയ പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കിയപ്പോഴും എങ്ങനെ നമ്മൾ വന്ന് കയറാതിരിക്കുന്നത്? ഇത് കയറി കണ്ടു കളയാമെന്നായിരുന്നു. എന്താ ഒരു ദമ്പതി ഇന്നലെ കല്യാണം കഴിഞ്ഞേ ഉള്ളു. ദമ്പതികൾ വരുന്നതാണ്. അവർ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതാണ് എൻ്റെ പേര്. പിന്നെ നമ്മൾ കാണിച്ചു തന്നില്ലെന്ന് പറയരുത്. കന്യാകുമാരി ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്നവരെ കാണിച്ചു തന്നില്ല എന്ന് പറയരുത്. അപ്പം ഇങ്ങനെ അകത്ത് കയറുന്ന കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെ വ്യൂ കണ്ട് പോകാം. അല്ല കയറുന്നതനുസരിച്ച് നല്ല ഇതാണ്. എന്താ ഇവിടെ ദൂരെ നീലക്കടലും ഇവിടെ ലൈറ്റ് നീലയും പച്ച പോലെ തോന്നുന്ന രീതിയിലുള്ള നമുക്ക് ഡിഫറൻ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വ്യൂ ടവർ എന്ന് പറഞ്ഞാൽ വ്യൂ ടവർ തന്നെയാണ്. 2 സൈഡ് ഇപ്പോൾ സാധാരണ ഇത് സൺസെറ്റ് കാണാനും സൺറൈസ് കാണാനും വേണ്ടിയിട്ടാണ് വ്യൂ ടവർ മെയിനായിട്ട് അവർ പണിത് വെച്ചിരിക്കുന്നത്. പക്ഷേ അതല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് അല്ലാതെ വന്ന് കാണുന്നതിനും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിൽ കൂടെ നമുക്ക് പോകണം. ലൈറ്റ് ഹൗസ് അവിടെ കറയും കളിക്കുന്നുണ്ട്, കാണാവോ? ലൈറ്റ് ഹൗസ് അവിടെ കറയും കളിക്കുന്നുണ്ട്. എന്താ അപ്പോൾ നമുക്ക് അവിടെയും കൂടെ പോകണം, ലൈറ്റ് ഹൗസിൽ കൂടെ പോകണം നമുക്ക്. രണ്ടാമത്തെ സ്റ്റെപ്പ് ആയപ്പോഴും അവിടെ തിരുവള്ളൂർ സ്റ്റാച്ചു ഒക്കെ കണ്ടു തുടങ്ങി നല്ല രീതിയിൽ. ഓ ഈ നമ്മൾ സയൻസ് പഠിപ്പിക്കുമ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്, അത് ഈ പുസ്തകങ്ങളോട് എന്തിന് ഇങ്ങനെ നമ്മൾ കൂടുതൽ പഠിപ്പിക്കുന്നതല്ല. ഇവിടെ കന്യാകുമാരി വന്നിട്ടൊന്ന് ചുമ്മാതൊന്ന് നോക്കിയാൽ മതി, ഉരുണ്ട് കിടക്കുന്ന കാണാം. ഭൂമി എങ്ങനെയാണ് ഉരുണ്ട് കിടക്കുന്നതെന്നുള്ള കറക്റ്റായിട്ട് നമുക്ക് അത് അപ്പോൾ ഒറ്റ വാക്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾ കന്യാകുമാരി പോയി നോക്കിയാൽ മതി, ഭൂമി ഉരുണ്ട് ആ ഗോളാകൃതി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടുത്തെ വ്യൂ അത്ര നല്ലതല്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ വ്യൂ ഒന്ന് കാണാം. എന്നാ അകമൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് നല്ല മനസ്സിലോ നമുക്ക് കണ്ണിനൊരു കുളിർമ തരുന്ന ഒരു പെയിൻ്റാണ്. ഈ ആപ്പിൾ ഗ്രേ എന്നൊക്കെ പറയത്തില്ലേ, അത് കണക്ക് ഒരു വൈറ്റ് ആണെങ്കിലും ആപ്പിൾ വൈറ്റ് എന്ന് വേണേൽ പറയും ഈ കളറിന്. അങ്ങനെ കറക്റ്റ് വൈറ്റ് അല്ല, അപ്പോൾ ആ രീതിയിലുള്ളൊരു കളറാണ് ഇപ്പോൾ ഉള്ളത്. നന്നായിട്ട് മനോഹരമായിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഇടയ്ക്കൊരു സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പിൽ ഒന്ന് കയറിക്കും നോക്കാം. അത് അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇനിയും കയറാനുണ്ട്, ഇനിയും ധാരാളം കയറാനുണ്ട്. ഏതായാലും ഒന്ന് കയറി നോക്കാം.
അങ്ങനെ വീണ്ടും നമ്മൾ മേൽപോട്ട് കയറുകയാണ്. എത്താറായി, ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ളു. അവിടെ എത്തി വരുമ്പോൾ ഇങ്ങനെ കണ്ട അടിപൊളി അകവും പുറവും കാണാൻ നല്ല മനോഹരമായിട്ടിരിക്കുന്നു കേട്ടോ. അകവും പുറവും ഒക്കെ കാണാൻ നല്ല മനോഹരമായിട്ട് നല്ല ആ കളറിങ്ങൊക്കെ നല്ല സൂപ്പർ കളറിങ്ങാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ നമുക്ക് വ്യൂ കാണുക മാത്രമല്ല, ഇതിനകത്ത് കയറുമ്പോഴും ആ പെയിൻറ്റിങ് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട്. പണ്ട് അടിച്ചിരുന്ന കളർ അത്ര നല്ലതായിരുന്നില്ല. നമ്മൾ ടോപ്പിലെത്തിക്കൊണ്ടിരിക്കുന്നത്. ടോപ്പിൽ 2-3 പേരുണ്ട്, 5-6 പേരുണ്ട്. ടോപ്പിലെത്തുമ്പോൾ നേരെ കാണുന്നത് പനക്കൂട്ടങ്ങളാണ്. അവിടെ പന കാണാം, ഗസ്റ്റ് ഹൗസ് കാണാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ ക്യാമറയിലൂടെ കാണാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ മയിലുകളൊക്കെ, ഇവിടെ നേരെ മയിൽക്കൂട്ടങ്ങളെല്ലാം കാണാം. ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിനകത്ത് ഒരുപാട് മയിലുകളുണ്ട്. അയ്യോ അടിപൊളി, നന്നായിട്ടുണ്ട്, അതിമനോഹരമായിട്ടുണ്ട്. നമ്മൾ രാവിലെ വൈകുന്നേരം കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ബ്യൂട്ടി ഇവിടെ ഉണ്ട്, ബ്യൂട്ടി കാണുന്നുണ്ട്. ഉണ്ട് നോക്കി, ഗാന്ധി മണ്ഡപമൊക്കെ എന്ത് മനോഹരമായിട്ടാണ്. ഗാന്ധി മണ്ഡപവും മറ്റേ കേക്കുമരൻ്റെ മെമ്മോറിയലും നിലവ് മണ്ഡപം, പിന്നെ തിരുവള്ളുവർ സ്റ്റാച്ചുവും വിവേകാനന്ദ മണ്ഡപവും എല്ലാം നല്ല മനോഹരമായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ സൺ ഈ ആ സൈഡിൽ നിന്നായതുകൊണ്ട്, കിഴക്കുന്നായതുകൊണ്ടുള്ള ചെറിയൊരു വ്യത്യാസം കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് നോക്കാം. കണ്ടതോ, അയ്യോ അപ്പോൾ അയ്യോ, അതിമനോഹരം അതിമനോഹരം, നിർവചിക്കാൻ പറ്റാത്ത കളർ. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ്, നീലാകാശം, നീലക്കടൽ, പച്ചക്കടൽ, എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പൈസ മുടക്കി നമുക്ക് അതിനുള്ള സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. പക്ഷേ ഇത് നമ്മൾ 15 രൂപ മുടക്കിയാൽ ഒരു 100 രൂപയുടെ 100 അല്ല 1000 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാര്യം ക്ലൈമറ്റ് ക്ലീൻ ആകാശമാണ്, നീലാകാശവും പച്ചക്കടലും നീലക്കടലുമായിട്ട് അതിമനോഹരമായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നും പറയാനില്ല. അവിടുന്ന് നമ്മൾ ബുദ്ധിമുട്ടി ഇവിടെ വന്ന് ഇത് കാണാൻ വേണ്ടി വന്നിട്ട് ഇത് മാത്രം കണ്ടാലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ ഒരു കാഴ്ച. കുട്ടികളൊക്കെ വേറെ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്, കൊച്ചൊരു മൊട്ടക്കുഞ്ഞ് അവിടെ നിൽക്കുന്നു. കുഞ്ഞിനെ വരട്ടുന്നു. ഇട്ടേര് മറിച്ചിട്ടേ പിള്ളേർ കളി. അയ്യോ നമ്മുടെ കാമരാജ് മെമ്മോറിയലല്ലേ, അതിനും ഈ വ്യൂ പോയിൻറ്റിനും വ്യൂ ടവറിനും ഇടക്കായിട്ട് ഒരു ചെറിയൊരു സംഗതിയുണ്ട്. അതിനൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി വേണം പോകാൻ. നമുക്ക് വലത് സൈഡിലൂടെ പോകാം. വലത് സൈഡിലൂടെ ഇറങ്ങി, ഇടത് സൈഡ് വേണ്ട, നമുക്ക് വലത് സൈഡിലൂടെ ഇറങ്ങി അത് കാണിച്ചു തരാം. നിങ്ങൾ പലരും നല്ല ഒട്ടുമിക്കവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയൊരു കാര്യമാണ്. അപ്പോൾ അത് കാണിക്കാം. ഇപ്പോൾ കാര്യമെന്നേ പറയുന്നത്, അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു 1000 പേരെ എടുത്ത് 10 പേര് അല്ലെ 20 പേര് മാത്രമേ ഇത് ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെയുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെയൊക്കെ വന്നിരിക്കും കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യം ആരും വന്നിരിക്കുന്ന സ്ഥലവുമല്ല, അത് ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ഉച്ചപ്പൊളി കൂടിപ്പോയെന്ന് തോന്നുമ്പോഴേക്കും നമുക്ക് ഇവിടെ വന്ന് ഒന്ന് റിലാക്സ് ആകാൻ പറ്റുന്ന, എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ഇത്ര എൻജോയ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ആരംഭത്തിൽ പറഞ്ഞൊക്കെ ഒന്ന് സ്മരിക്കാൻ, അല്ലെങ്കിൽ ദീർഘശ്വാസം വിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധനം കാണിച്ചു തരാം. അത് ആരും കണ്ടിട്ടില്ല,
ഞാനേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നോക്കിക്കളയാം. ശരിയെന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരണം. താഴെ വരുമ്പോഴാണ് ഇവിടെ നിന്ന് നോക്കിയാൽ അത് എന്താണെന്ന് മനസ്സിലാകത്തില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് വിവേകാനന്ദ പാറയ്ക്ക് ഇവിടെ നിന്ന് കാണാം, ഇവിടെ നിന്ന് ടവറും കാണാം. കണ്ട, ഇത് രണ്ടിൻ്റെ മധ്യത്തിലായിട്ടാണ് ഈ വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ചെങ്കല്ലാണ്, കരിങ്കല്ലല്ല, ചെങ്കല്ല് ആണ്. ഇവിടെ ചെങ്കൽ പ്രദേശമാണ്, അതിനെ പെയിൻ്റ് അടിച്ചാണ് ഈ പരുവത്തിലാക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ, മനോഹരമായിരിക്കണം. അതിനിടയ്ക്ക് 2-3 കിളികളും വന്നിട്ടുണ്ട്. ഈ അങ്ങോട്ട് കാണുന്നത് ഇത് മുഴുവൻ ചെങ്കല്ലാണ്. ആ ചെങ്കല്ലിൽ അവർ പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണ്. സാമിയാര് കാളിയമ്മാൾ. കാളിയമ്മാൾ. ഡെയിലി പൂജ இருக்கா? செவ்வாய்க்கிழமை மட்டும் பூஜை. இப்போ மெயின்டெனன்ஸ் ஒர்க் நடக்குதா? சரி. അപ്പം കാളിയമ്മാളെന്ന് പറയുന്ന സ്വാമിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ദൈവമാണ് ഇരിക്കുന്നത്. ഇവിടെ സ്വാമി എന്ന് പറയും, തമിഴിൽ സ്വാമി, നമുക്ക് ദൈവം. ശൂലമാണ്, ശൂലത്തിൽ നല്ല പവർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ എല്ലാം ശൂലങ്ങളാണ് അധികം ഉള്ളത്. ചൊവ്വാഴ്ചയാണ് ഇവിടെ ഇതിൻ്റെ പൂജയൊക്കെ ഉള്ളത്. ഇവിടെയും ശൂലമാണ് മെയിനായിട്ട്. ശൂലമാണ് എല്ലായിടത്തും ഉള്ളത്. ആയുധം, വാളെല്ലാം ഉണ്ട്. വാളെല്ലാം ഇരിക്കുന്നു. വാളുകളുണ്ട്. ഇവിടെയും തൃപ്പാദമുണ്ട്. കാളിയമ്മ തൃപ്പാദം. കാളിയമ്മയാണ്. നമ്മളെ കാളിയമ്മ, ഇവിടെ കാളിയമ്മ. കാളി ക്ഷേത്രമാണിത്. ഇതൊക്കെ വിളക്ക് കത്തിക്കുന്ന ഇടമൊക്കെ ഉണ്ട്. ചൊവ്വാഴ്ച ഇവിടെ ആൾക്കാർ വന്ന് പൂജ എടുത്തു എന്നാണ് പറയുന്നത്. ഭസ്മമൊക്കെ ഇരിക്കുന്നത്. ആരും ഇവിടെ വന്നാൽ ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന, ഗവനിക്കാതെയാണ് ഇത് പോകുന്നത്. താഴെ ഇറങ്ങി വരണം. ഈ ടവറിനും വിവേകാനന്ദ പാറയ്ക്കും ഇടയ്ക്കാണ്, കാമരാജിനും മെമ്മോറിയലിനും ഈ ടവറിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഇത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പൂജ അർപ്പിക്കും. കാളിയമ്മയ്ക്ക്, നമ്മുടെ കാളിയമ്മ, ഇവിടെ കാളിയമ്മ, പൂജ അർപ്പിക്കണം. അപ്പോൾ വിശ്വാസമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ കാലപ്പേണ്ട. ഇത് നമ്മുടെ സർപ്പത്തിൻ്റെ ഇതാണ്. ശംഖൊക്കെ ഇരിപ്പുണ്ട്. ഇന്നലെ 2 ശംഖൊക്കെ ഇരിക്കുന്നത്. എന്താ ഇപ്പോൾ ചെറിയ മെയിൻ്റനൻസ് പണികളൊക്കെയാണ് നടന്നുവയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ തൃപ്പാദങ്ങൾ. ആണിയിൽ അടിച്ചതാണ്. എന്താ മുള്ളുകൊണ്ട് തൃപ്പാദങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എന്താ വലിയ വലിയ വാള്, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വലിയ വാളുകൾ, ശൂലങ്ങൾ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ പുതുതായിട്ട് കാളിയമ്മയ്ക്ക് വേണ്ടി ഇവിടെ ഇത് ചെറിയ മെയിൻ്റനൻസ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തുകൊണ്ടിരുന്ന മേസ്തിരിമാർ കാലത്തെയുള്ള ഇഡ്ഡലിയും ദോശയും, നാസ്ത മണിയുണ്ട്, രൂപമാണ് അകത്തുള്ളത്. ഇതങ്ങനെ ആരും അങ്ങനെ വളരെ ശ്രദ്ധിച്ചതായിട്ട് ഒന്നും നമ്മൾ പലർക്കും അറിഞ്ഞുകൂടാ. കാളിയമ്മയുടെ വലിയൊരു പ്രതിഷ്ഠ, ഇപ്പോൾ പുതിയ ഒരു പ്രതിഷ്ഠ വെച്ചിട്ട് അതിനാണിപ്പോൾ മെയിൻ്റനൻസ് പണി നടക്കുന്നത്. കന്യാകുമാരിയിലെ ലൈറ്റ് ഹൗസ്, അപ്പോൾ ബീച്ചിനോട് ചേർന്നല്ല ഈ കന്യാകുമാരി ലൈറ്റ് ഹൗസ്. മറ്റു സ്ഥലങ്ങളിലെല്ലാം ബീച്ചിനോട് ഒരുപാട് ചേർന്നായിരിക്കും ലൈറ്റ് ഹൗസ് ഉണ്ടാകുക. ഇവിടുത്തെ പ്രവർത്തന ടൈമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചാർജും കാര്യങ്ങളും. ഒരാൾക്ക് 10 രൂപ, അഡൾട്ട്സിന് 5 രൂപ, മൂവി ക്യാമറയ്ക്ക് 25, സ്റ്റിൽ ക്യാമറയ്ക്ക് 20 രൂപ. 2 സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം ബീച്ചിനോട് ഒരുപാട് ചേർന്നായിരിക്കും. നമ്മൾ കോവളത്ത് വന്നാലൊക്കെ ബീച്ചിനോട് ചേർന്ന് അത് നമുക്ക് അതിമനോഹരമായിട്ട് കാണാൻ പറ്റും. ഇത് കുറച്ചുകൂടെ ബാക്കിലാണ്, അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടില്ല. അപ്പം ഞാൻ ടിക്കറ്റ് നേരത്തെ എടുത്ത് അതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് പോകാം. ഇതാണ് എൻ്റെ കൗണ്ടർ ബേ വഴി. ഇതാണ് എന്തൊക്കെ ബീപ്പ് സൗണ്ടൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ലിഫ്റ്റിൽ കയറാമെന്നാണ് പറയുന്നത്. അപ്പോൾ 9 സ്റ്റെപ്പ് ഇരിക്കുന്നത്, അതുകൊണ്ട് 2ാമത്തെ ബട്ടൺ എന്ന് പറയുന്നു. തുറന്നത് ഭയങ്കര ചൂടല്ലേ അതിനകത്ത്.
ആ രണ്ടാമത്തെ ബട്ടൺ പുതുക്കാനാണ് പറഞ്ഞത്. ആ രണ്ടാമത്തെ ബട്ടൺ പുതുക്കി നമ്മൾ മുകളിൽ പോയിരിക്കുകയാണ്. എന്താ ഞാൻ ആദ്യമായിട്ടാണ് ലിഫ്റ്റൊക്കെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണത്. ഒരുപാട് സ്ഥലങ്ങളിൽ ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ കയറുന്ന ഇപ്പോഴാദ്യമായിട്ടാണ്. നമ്മുടെ കടൽ തീരമൊക്കെ നല്ല അതിമനോഹരമായിട്ട് കാണാം. ഏതായാലും നന്നായിട്ടുണ്ട്. ഓപ്പൺ ഓക്കെ. ആ തനി ഓപ്പണാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ആൾക്കാരൊക്കെ ഭയങ്കര ഫോട്ടോ എടുത്തുവാണ് കേട്ടോ. ഫോട്ടോ എടുത്ത ഇപ്പോൾ നമ്മൾ അതിൻ്റെ യഥാർത്ഥ നിലയിൽ വന്നു. ഇവിടെ നിന്ന് വിവേകാനന്ദ പാറയൊക്കെ അടിപൊളിയായിട്ട് കാണാം. നല്ല കാറ്റ്, നല്ല കാറ്റ്, അടിപൊളി കാറ്റ്, അടിപൊളി കാറ്റ്. അപ്പോൾ ഓക്കെ അതിമനോഹരമായിട്ട് കാണാം. ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് കേട്ടോ. അതിമനോഹരമായിട്ട് കാണാം. ഇതിൻ്റെ ചുറ്റുമൊന്ന് ഇവിടെ കുറച്ച് തണലുണ്ട്. പുതിയ ബിൽഡിങ്ങൊക്കെ ആയി വരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളു. ഇപ്പോൾ നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് നമ്മുടെ അവിടുത്തെ കണക്ക് നമ്മുടെ കോവളം ബീച്ചിലെ ലൈറ്റ് ഹൗസ് ഇല്ലേ, അത്രയും മനോഹരമല്ല. ദൂരെ കാഴ്ചയ്ക്കും അത്ര മനോഹരമല്ല. പിന്നെ ഇത്ര ഹൈറ്റിൽ നമുക്ക് കയറി ഇതിന് ചുറ്റുമുള്ള എല്ലാം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റേ വ്യൂ ടവർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് താഴെ നിൽക്കുകയാണ്. അപ്പം വ്യൂ ടവറിൽ കൊടുക്കുന്ന പൈസ തന്നെ ഇവിടെ കൊടുത്താലും നമുക്ക് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നിൽ കയറിയാലും മതി. പക്ഷെ അവിടുത്തെ സമയം എന്ന് പറയുന്നത് ഇവിടുത്തെ സമയമായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ 10 മണിക്കാണ് തുറക്കുന്നത്. 5 മണി അത് പ്രവർത്തന ടൈമിന്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കാണിച്ചു 5 മണി വരെ എന്തോ ഉള്ളു. വ്യൂ ടവറിൽ അങ്ങനെയല്ല. വ്യൂ ടവറിൽ കാലത്തെ 5 മണിക്ക് തുറക്കും. 5 മണിക്ക് തുറന്നാലല്ലേ സൺറൈസ് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെ 5 മണിക്ക് തുറക്കും. വൈകിട്ട് 6-7 മണി വരെ അവിടെ ഉണ്ടാകും. അപ്പം സൺസെറ്റും കണ്ടവർക്ക് സൺസെറ്റും കണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. ഇവിടെ ഈ റൈറ്റ് സൈഡിലൂടെ വരുമ്പോൾ ഇതിൻ്റെ ഇതാണുള്ളത്. ദേ താഴോട്ട് പോകണം ഉണ്ടാ. ഇതിനകത്ത് ബീക്കൺ ലൈറ്റൊക്കെ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഒന്ന് കയറി നോക്കാം. താഴോട്ട് നോക്കുക തല കിട്ടുന്ന പോലെ കേട്ടോ. അത്രയ്ക്ക് ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഉണ്ടാ നല്ല കാറ്റുകൊണ്ട് പിടിച്ചു നിൽക്കേണ്ടി വരും ഇവിടെ കേട്ടോ. അത്രയ്ക്ക് കാറ്റാണ് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, വ്യൂ ടവർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല കാറ്റ് വരുന്നുണ്ട്. പിടിച്ച് നിന്നില്ലെങ്കിൽ അതുകൊണ്ട് ഇത്രയും പൊക്കി ഇത് കൈവരി വെച്ചിരിക്കുന്ന അത്രയും പൊക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ആ കാറ്റിനെ പിടിച്ചിരിക്കണ്ടേ. അല്ലെങ്കിൽ തന്നെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിലത്ത് പോലെ നിൽക്കാൻ പറ്റും. അത്ര വലിയ കാറ്റാണ്, നല്ല കാറ്റാണ്. അങ്ങനെയുണ്ടോ നോക്ക്, കാറ്റാണ്. നമുക്കവിടെ കോവളത്തെ ബീക്കൺ ലൈറ്റൊക്കെ അകത്ത് കയറി കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് ചോദിക്കാം. ബീക്കൺ ലൈറ്റൊക്കെ കാണാൻ ഉള്ള സാഹചര്യം ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. കറങ്ങി നല്ലൊരു കാഴ്ച അനുഭവം നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ അധികം നേരം നിൽക്കാനൊന്നുമില്ല. 5 മിനിറ്റത്തെ കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ സർവീസ് ഇവിടെ നിന്നാൽ കാണാം നന്നായിട്ട്. ഒരെണ്ണം ഇത് വിവേകാനന്ദ പാറയിൽ അടുക്കുന്നു, ഒരെണ്ണം തിരിച്ചു വരുന്നു. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഭയം വരും. ഇവിടെ മറ്റേ KSEBയുടെ ഇതാണ് കാണുന്നത്. കുറച്ച് ഒരുമാതിരിപ്പെട്ടൊരു കയറിയ ഭയം വരുന്ന രീതിയിലാണ്. അപ്പോൾ കൂടെ ആരെങ്കിലുമൊക്കെ പിള്ളേരുടെ കൂടെയൊക്കെയാണ് ആരെങ്കിലും കൊണ്ടാണ്. തള്ളന്മാരൊക്കെ കയറി എന്താവെന്ന് അറിയത്തില്ല. ഗസ്റ്റ് ഹൗസാണ് കാണുന്നത്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്. പനയും ബീക്കൺ ലൈറ്റിൻ്റെ അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ബീക്കൺ ലൈറ്റൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ട്രെയിനിന് വരണം. ട്രെയിനല്ല, ഇതിനെന്താ പറയുന്നത്, ലിഫ്റ്റ്. എല്ലാം മറന്നു പോകുന്നു. അപ്പോൾ ലിഫ്റ്റ് ഇപ്പോൾ താഴോട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ രണ്ട് യുവാക്കളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ വീണ്ടും താഴോട്ടാണ് പോയതെന്ന് തോന്നുന്നു.
താഴോട്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. നമുക്ക് കുറച്ച് നേരം കൂടെ ഇരുന്നിട്ട് നല്ല ചൂട്, പൊട്ടുന്ന ചൂട്, പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ഹാറ്റ് വാങ്ങിച്ച് തലയിൽ വെക്കേണ്ട അവസ്ഥയാണ്. അത്ര ചൂട്. ഹാറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെനക്കേടാണ്. കാറ്റത്ത് പറന്നു പോകും, ഷൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെക്കേണ്ടി വരും. ഏതായാലും ഇത് വന്നിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തൊക്കെ കയറാം. ലിഫ്റ്റ് വന്നിട്ടേ ഞങ്ങൾ കയറി നമ്മൾ 3 പേരുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. താഴെ എത്തും. 2 പയ്യന്മാർ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. കണ്ട 2 പേരുണ്ട്. തമിഴ്നാടാ? തിരുനെൽവേലി. ആ, ഞാൻ തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലും ഒക്കെ നിരന്തരமாக വന്നിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ താഴെ ആകെ അവിടെ നിന്ന് നമുക്കിനി താഴോട്ടാങ്ങി ഇന്നത്തെ പരിപാടി ക്ലോസായി. ഇനി നാളെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം, ഫോട്ടം പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നാളെ ഇനി എന്തെങ്കിലും ഫോട്ടം പിടിക്കാമെന്ന് നോക്കാം. ഇന്നത്തെ ഇവിടുത്തെ ജോലി അവസാനിച്ചു. നല്ല നല്ല ശബ്ദം. ഇന്ന് ഇവിടുത്തെ പരിപാടിയിൽ ഈ ലൈറ്റ് ഹൗസിൽ നിങ്ങൾ വന്ന് കയറി ഈ വീഡിയോ ഒന്നും പിടിക്കണമെങ്കിൽ 10 രൂപയുള്ളൂ. പക്ഷെ ചിലപ്പോൾ മയിലിനെ കാണാൻ പറ്റും, നല്ല വലിയ മയിലിനെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു വളരെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അങ്ങനെ ലക്ക് കിട്ടി. അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ എടുത്ത് ഇത് കാണാൻ വന്ന എനിക്ക് പൈസ ഇങ്ങോട്ട് തരും ഇവർ, അല്ലേ സാറേ? അങ്ങനെയല്ലേ? പൈസ എനിക്ക് ഇങ്ങോട്ട് തരുമല്ലേ? കണ്ട, ഇപ്പം എനിക്ക് പൈസ തരും. നമ്മൾ വീഡിയോ എടുത്താൽ പൈസ ഇങ്ങോട്ട് തരും. കണ്ട, അതാണ് ആൺപിള്ളേർ വന്നാൽ പൈസ ഇങ്ങോട്ട് വരും. അന്നും പൈസ തരണം, കണ്ട എണ്ണി തരണം. ഒരു ദിവസം ശമ്പളം. കണ്ട, പെട്ടെന്ന് എടുക്കേണ്ട ഒരു സാധനം. നമുക്കൊരു കുഞ്ഞൻ മയിലല്ല, നല്ല അടിപൊളി. ഇത് വെസ്റ്റ് കോസ്റ്റിൽ നിന്ന് ചാടി വരണതാണ്. കണ്ട, ഞാൻ സ്കൂട്ടർ വന്നപ്പോൾ എൻ്റെ മുമ്പിൽ ചാടുകയാണ്. അപ്പോൾ പിന്നെ ഇതിനടുത്ത് കളയാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ്. എന്നെ കണ്ടപ്പോൾ ഓടി പറയുന്നു. എന്താ, നമുക്ക് പിന്നാലെ പോവാം. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലേ? എന്താ ഇതിലാണ് വിളിക്കുന്നത് കേട്ടാ. ഇവർക്ക് പരിചയമുള്ളതുകൊണ്ടാണ്. ഇവർക്ക് നല്ല പരിചയമാണ് വിളിക്കുന്നത്. നല്ല പൂവെല്ലാം കുത്തി തന്നെയാണ്. ലൈറ്റ് ഹൗസിൽ വന്നപ്പോൾ നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. കണ്ട, നമ്മളെ പേടിയാണ്, ഇവിടെ ഉള്ളവരെ പേടിയല്ല. മതിലിൽ കയറി വേറെ ഒന്നുകൂടെ ഉണ്ട്. അവർ വിളിക്കുന്നുണ്ട് ഇതിന്. ഇവർക്ക് നല്ല പരിചയമാണ്. ഇവർ വിളിക്കുമ്പോൾ വരുന്നുണ്ട്. നമ്മളെ കാണുമ്പോൾ പേടിച്ച് പോകുന്നുണ്ട്. ഇല്ല, നമ്മളെ കാണുമ്പോൾ പേടിച്ച് പോകുന്നു. ഇല്ല, പരിചയമായി. ഇവരെയൊക്കെ കാണുമ്പോൾ കുഴപ്പമില്ല. വേറെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ലൈറ്റ് ഹൗസിൽ നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉള്ളു നമുക്ക് ബാലൻസ് പിച്ചം. നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കണ്ട് ആസ്വദിച്ച് പൊക്കോണം. ലൈറ്റ് ഹൗസിൻ്റെ എനിക്ക് കറക്റ്റായിട്ടൊരു ഇമ്പ്രഷൻ തോന്നിയില്ല. പിന്നെ നിങ്ങൾക്ക് 10 രൂപ ചിലവേ ഉള്ളൂ. വന്ന് കാണാൻ. ഇത് നമ്മുടെ ബീച്ചിനോട് ചേർന്നല്ല, കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ്. ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിന് പുറകിലായിട്ട് വരും. പുറകിലെന്നും പറയാം, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിന് മുന്നിലെന്നും പറയാം. ഇത് കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അത് പിന്നെ ഇവിടെ ഇച്ചിരി തണലൊക്കെ ഉണ്ട്, മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ തണലത്തൊക്കെ നിൽക്കുക. നമ്മൾ അത്രയും ചൂടിൽ നിന്ന് മാറി ഇവിടെ വരുമ്പോൾ കുറച്ച് തണൽ കിട്ടുന്നുണ്ട്. അതൊരു അനുഗ്രഹമാണ്. പിന്നെ മയിലിനെ കാണാം. ഗസ്റ്റ് ഹൗസിനകത്ത് നിറച്ച മയിലാണ്. അത് കൂടാതെ വിവേകാനന്ദ മെമ്മോറിയൽ അവരുടെ സ്ഥാപനങ്ങളുണ്ടല്ലോ, അതിനകത്തും ഒരുപാട് മയിൽക്കൂട്ടങ്ങളുണ്ട്. തമിഴിൽ പറഞ്ഞാൽ ഏകപ്പെട്ട മയിൽ. ശരി, നമുക്ക് ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. ശരിയാണ്, ഇനി നാളെ പാക്കലാം.